എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ ബന്ധങ്ങൾ സന്തോഷത്തോടെ നിലനിർത്താൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ബന്ധങ്ങൾ എപ്പോഴും വിലപ്പെട്ടതാണ്. ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആവശ്യമുള്ളതുമാണ് പ്രണയബന്ധങ്ങൾ. നമ്മുടേത് എന്ന് പറയാൻ ഒരാളുണ്ടാകുന്നതും ദിവസത്തിന്റെ അവസാനം അവരോട് സംസാരിക്കുന്നതും അവർക്കൊപ്പം ഡേറ്റിങ്ങിന് പോകുന്നതും ഒക്കെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. തമ്മിലുള്ള പൊരുത്തം കണ്ടെത്തുന്നത് പോലെ തന്നെ ബന്ധം നിലനിർത്തുക എന്നതും ഏറെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു ബന്ധം തഴച്ചു വളരുന്നതിനും ദീർഘകാലം നിലനിൽക്കുന്നതിനും വളരെയധികം ആശയവിനിമയവും ബഹുമാനവും ക്ഷമയും ആവശ്യമാണ്. യഥാർത്ഥ ബന്ധങ്ങൾ കണ്ടെത്തുന്നതും നിലനിർത്തുന്നതും ഒരു വലിയ ജോലിയാണ്. നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ ബന്ധം നിലനിർത്താനും പുനരുജ്ജീവിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും നിങ്ങളും പങ്കാളിയും നിരന്തരം ശ്രമിക്കണം. ഇതിനായി ശാശ്വതമായ വഴികളൊന്നുമില്ല. പക്ഷേ ഒരുമിച്ചും സന്തോഷത്തോടെയും തുടരണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പരസ്പരമുള്ള ആശയവിനിമയം. എല്ലാ ബന്ധങ്ങളിലും ഏറ്റവും പ്രധാനമായതാണ് ഇത്. സ്വന്തം ഇഷ്ടങ്ങൾ, കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, അനിഷ്ടങ്ങൾ എന്നിവയെല്ലാം പരസ്പരം സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാനും പങ്കാളിയുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഇത് സഹായിക്കും. ബന്ധങ്ങളിൽ പരസ്പരം ചില വിട്ടുവീഴ്ചകൾക്കും ഇത് സഹായിക്കും. രണ്ടാമതായി, ശരിയായി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പങ്കാളി വെറും ഒരു തമാശയല്ല. ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ കൃത്യമായി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. മോശം ബന്ധങ്ങളിലോ സ്റ്റീരിയോ ടൈപ്പുകളിലോ വീഴാതിരിക്കാൻ ശ്രമിക്കുക. വൈബ് പൊരുത്തപ്പെടുന്നതും നിങ്ങൾ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരാളെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം എന്താണ് വാഗ്ദാനം ചെയ്യാൻ കഴിയുക എന്നത് വിലയിരുത്തിയ ശേഷം ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമതായി, ഉയർച്ച താഴ്ചകളെ അംഗീകരിക്കുക. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ ഒരുമിച്ച് നേരിടാൻ തയ്യാറാകണം. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒരേ മനസ്സോടെ അംഗീകരിക്കുക. സന്തോഷങ്ങൾ പെട്ടെന്ന് ഇല്ലാതാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ബന്ധങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാം നേരിടാൻ തയ്യാറാകണം. നാലാമതായി, പരസ്പരം സന്തോഷിപ്പിക്കുക. ബന്ധങ്ങൾ പുതിയതോ പഴയതോ ആയിക്കോട്ടെ, പക്ഷെ എപ്പോഴും പങ്കാളിയുമായി ഉല്ലസിക്കാനും സന്തോഷിക്കാനും ശ്രമിക്കുക. എപ്പോഴും പ്രണയത്തിലാണെന്ന് തോന്നിക്കാൻ പരസ്പര സമ്മാനങ്ങൾ നൽകാനും സ്നേഹ സന്ദേശങ്ങൾ അയക്കാനും ശ്രമിക്കണം. പരസ്പരമുള്ള പ്രണയത്തെ സജീവമാക്കി നിലനിർത്താനാണിത്. ആറാമതായി, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പങ്കാളിയെ നേരത്തെ അറിയിക്കുന്നത് തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കും. ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏഴാമതായി, പൊരുത്തക്കേടുകൾ. വ്യക്തമായ ആശയവിനിമയം ഉണ്ടായിരുന്നിട്ടും ഒരു ബന്ധത്തിൽ സംഘർഷം അല്ലെങ്കിൽ വഴക്കുകൾ സംഭവിക്കും. ഇത് തികച്ചും സാധാരണമാണ്. ഇതിൽ നിങ്ങൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അവസാനമാണെന്ന് കരുതുകയോ ചെയ്യരുത്. എട്ടാമതായി, കേടുപാടുകൾ. നിങ്ങളുടെ പങ്കാളി അവരുടെ അരക്ഷിതാവസ്ഥകളും പരാധീനകളും നിങ്ങളുമായി പങ്കിടും. നിങ്ങൾ ഒരിക്കലും അത് അവർക്കെതിരെ ഉപയോഗിക്കരുത്. എത്ര ദേഷ്യമുണ്ടെങ്കിലും ഒരിക്കലും അവർ പറഞ്ഞ കാര്യങ്ങളെ മുതലെടുക്കരുത്. പഴയ കാര്യങ്ങളിൽ അവരെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളോടുള്ള വിശ്വാസവും സ്നേഹവും ഇല്ലാതാക്കാൻ കാരണമാകുമെന്ന് ഓർക്കുക. എട്ടാമതായി, പൊതുവായ ഹോബികൾ കണ്ടെത്തുക. ഒരു ബന്ധം നിലനിർത്തുന്നതിന് പൊതുവായ ആഗ്രഹങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഒരുമിച്ചുള്ള വിനോദങ്ങൾ എപ്പോഴും സ്നേഹം കൂട്ടും. രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഹോബികൾ തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിനായി യാത്രകൾ, സിനിമകൾ അല്ലെങ്കിൽ കായിക വിനോദങ്ങൾ എന്നിവയൊക്കെ ആകാം. ഒരുമിച്ച് ജിമ്മിൽ പോകുന്നതും നടക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങളാണ്. സമയം ചെലവഴിക്കുന്നതിനും ബന്ധം സ്ഥാപിക്കുന്നതിനുമുള്ള മികച്ച മാർഗമാണിത്. ഇത്തരത്തിലുള്ള വിനോദങ്ങൾ കൂടുതൽ സ്നേഹവും പിന്തുണയും വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you next time.